യുവജന സുഹൃത്തുക്കളെ, ഇന്ന ദിവസം നമ്മൾ സ്ത്രീ പുരുഷ മനഃശാസ്ത്രവും കുടുംബ ബന്ധങ്ങളും എന്ന വിഷയത്തിൽ 5-ാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ കാണുകയുണ്ടായി, വ്യത്യസ്തമായ സമീപനങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ കാണുന്നത് വ്യത്യസ്ത ചിന്താഗതികളാണ്. രണ്ടുപേരും വ്യത്യസ്തരായതുകൊണ്ട് ചിന്താഗതികളിലും വ്യത്യാസമുണ്ട്. അവ ഇന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണയിൽ എത്തിച്ചേരുവാൻ എളുപ്പമാണ്. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു സ്ത്രീക്ക് അസ്വസ്ഥതയുണ്ടായി, മാനസിക വിഷമമുണ്ടായാൽ അവൾ കരയും എന്ന്. അവൾ പുരുഷൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഒരു പുരുഷന് ബുദ്ധിമുട്ടുണ്ടായാൽ എന്ത് ചെയ്യും? ഞാൻ പറയും, അവൻ അകത്തിൽ ഭാവിച്ചുകൊണ്ടിരിക്കും. അഹംഭാവി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, അവൻ ടെറസിൽ കയറി ഒരു ഇരിപ്പാണ്, ഇങ്ങനെ ദീർഘശ്വാസം വിട്ട ഒരു ഇരിപ്പാണ്. പറയത്തില്ല. നേരത്തെ മുമ്പേ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. അല്ലെ ചോറൊക്കെ കുഴച്ചുകൊണ്ടൊരു ഇരിപ്പാണ്. ഭാര്യ ചോദിക്കുക, എന്നാ പറ്റി? പറയത്തുമില്ല, കരയത്തുമില്ല. എങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അവൻ അഹംഭാവിയാണ്, അകത്തിൽ ഭാവിച്ചുകൊണ്ടിരിക്കും. പോണ്ടറിങ് ഇൻ ഹിംസെൽഫ്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ പറയുന്നത്, നല്ല ഭാര്യ സൗമ്യതയിൽ കാര്യം അവനെ കൊണ്ട് പറയിപ്പിക്കണം. എല്ലാ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും അവൻ തന്നെത്താൻ ഇനിഷ്യേറ്റീവ് എടുത്ത് പറയല. അപ്പം നമുക്ക് അവനെ കൊണ്ടത് പറയിപ്പിക്കാനായിട്ട് കഴിയണം. എല്ലാ പ്രശ്നങ്ങളും ഒരു ഭാര്യയ്ക്ക് പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അത് പുറത്തിറക്കി വിടാം. പുരുഷൻ്റെ മനസ്സിലത് തളം കെട്ടി നിന്ന് അത് ഒത്തിരി ഘനീഭവിച്ച് പ്രശ്നങ്ങളായി മാറുന്നതിന് പകരം അപ്പോൾ അതൊക്കെ അപ്രോച്ച് ചെയ്ത് സോഫ്റ്റായിട്ട്, എന്താ പറ്റിയേ, എന്താ നീ എന്നോട് പറഞ്ഞില്ലോ, എന്നല്ലേ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇവനെ അപ്രോച്ച് ഇവൻ്റെ നിന്ന് പുറത്തെടുക്കണം. പ്രശ്നങ്ങൾ പുറത്തിറക്കി വിട്ടാൽ പ്രശ്നം തീരുക. നിങ്ങൾ കേട്ടിട്ടുണ്ട്, സങ്കടം പങ്കുവെച്ചാൽ പകുതിയാകും, സന്തോഷം പങ്കുവെച്ചാൽ ഇരട്ടിയാകും. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അത് പുറത്തിറക്കി വിടുക, ടെൻഷൻസ് മാറ്റുക എന്നുള്ളതാണ് ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സൗമ്യതയിൽ അത് പുറത്തിറക്കി വിടണം. അവൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തീർക്കുന്നതിന് തുല്യമാണത്. ഇനി ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. വിവാഹ ജീവിതം വിജയിക്കണമെങ്കിൽ, അത് തുടക്കക്കാരാണെങ്കിലും അല്പം മുമ്പോട്ട് പോയവരാണെങ്കിലും, എല്ലാ ദിവസവും വൈകിട്ട് ഒരല്പസമയം പരസ്പരം ഷെയർ ചെയ്യാൻ എടുക്കണം. രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് അന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, ഭർത്താവ് ആദ്യം പറഞ്ഞോട്ടെ, ഭാര്യ ഇപ്പോൾ കേൾക്കണം. വെറുതെ പറഞ്ഞാൽ പോരാ കേട്ടോ. ഭർത്താവ് പറയുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രവിക്കണം. ആഹാ, ഓ അത് ശരി, എന്നിട്ട് വേണം. പലതരത്തിലാണ് റെസ്പോൺസ്, നിങ്ങൾക്കറിയാം. ചോദ്യങ്ങൾ ചോദിക്കാം, വിവരങ്ങൾ അന്വേഷിക്കാം. അല്ലാതെ ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ആരും പറയത്തില്ല. അത് ശരിക്കും നല്ല റെസ്പോൺസ് കൊടുത്തുകൊണ്ട് തന്നെ കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അണ്ടർസ്റ്റാൻഡിങ്. ആ അത് ശരി, അതല്ലേ ഇന്ന് വന്നപ്പം മുഖത്തൊരു മ്ലാനത ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അണ്ടർസ്റ്റാൻഡിങ്. സാരമില്ലെന്നേ, ഇങ്ങനെയൊക്കെ കിടക്കും, ബോസല്ലേ, അയാൾക്കെന്നാ വഴക്ക് പറഞ്ഞാൽ പോരെ, ഒരു ചെറിയ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസദായകമായ റെസ്പോൺസ് കൊടുത്ത് പറയിപ്പിക്കണം. എൻ്റെ ഒരു ഭാഷ പറഞ്ഞാൽ, ഒരു 15 മിനിറ്റ് അയാൾ പറയുമ്പോൾ ഒരു 15 മിനിറ്റ് ഭാര്യ കൊടുക്കണം. നമ്മുടെ പ്രശ്നങ്ങളൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭാര്യ പറയട്ടെ, വീട്ടിലെ കാര്യങ്ങളാവാം, ജോലിസ്ഥലത്തെ കാര്യങ്ങളാവാം, പറയട്ടെ. ഭർത്താവ് നന്നായിട്ട് കേൾക്കണം. ഭർത്താവും ഒരു നല്ല ശ്രോതാവാകണം, എങ്കിലേ പ്രശ്നങ്ങൾ പരിഹൃതമാകത്തുള്ളൂ. ഷെയറിങ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കൈകൾ ഗ്രസിച്ചൊരു പ്രാർത്ഥന, മനോഹരമാണത്. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. എൻ്റെ ദൈവമേ, നീ എനിക്ക് തന്ന ജീവിത പങ്കാളിയെ പേര് പറഞ്ഞിട്ട് അവളെ കാത്തുകൊള്ളണമേ. നിങ്ങളുടേതായ വാക്കുകൾ മതി. ഇതുപോലെ ഭാര്യയും പ്രാർത്ഥിച്ച് സ്നേഹവിനിമയത്തോടെ 1 മിനിറ്റ് ഞാൻ പറയും, രണ്ടുപേരും കണ്ണിമയ്ക്കാതെ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കിയിരുന്നിട്ട് കിടന്നുറങ്ങുക.
ആ സന്തോഷത്തിൻ്റെ അത് വലിയൊരു വ്യക്തിത്വമാണ്. ആ കണ്ണുകളെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വ്യക്തിത്വമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് കടന്നു പറയുക, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും തളരുകയില്ല. ഇത് മുടങ്ങിപ്പോയാൽ ഉറപ്പാണ് പുഴുക്കുത്തുകൾ സംഭവിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഏറെ മനോഹരമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ ഷെയറിങ് നമ്മൾ നടത്തണം എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. അതിലൂടെ നമുക്ക് ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്കും ആശ്വാസം കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. ഈ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പുരുഷനെ നയിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറെന്ന് ഞാൻ പറഞ്ഞാൽ ഈസ് ബിറ്റ് ഇൻ്റലക്ച്വൽ. എല്ലായ്പ്പോഴും ഇങ്ങനെ അവനൊരു കാര്യം ചെയ്ത് അതിൻ്റെ പുറകിലൊരു കാരണം കാണും. അവനങ്ങനെ അതുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതുകൊണ്ട് ചില ദൂഷ്യങ്ങളുമുണ്ട്, ചില നന്മകളുമുണ്ട്. ചിലപ്പോൾ അവൻ കാര്യകാരണ സഹിതം കാര്യങ്ങൾ ചിന്തിച്ച് അവൻ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു നന്മ. എന്നാൽ ചിലപ്പോൾ അവൻ അല്പം കഠിനമായി പോയോ, അവൻ്റെ ഡീലിങ്സ് ഹൃദയത്തിന് നിരക്കാത്തതായി പോയോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അതൊരു പുരുഷൻ്റെ പ്രത്യേകതയാണ്. അവനെ നയിക്കുന്നത് തലച്ചോറാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ വ്യത്യാസമായിട്ട് നിൽക്കുന്നത് സ്ത്രീയെ നയിക്കുന്നത് ഹൃദയവും ഗർഭപാത്രവുമാണ്. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഹൃദയം നയിക്കുക എന്ന് പറഞ്ഞാൽ, ഹൃദയം നിങ്ങൾക്കെല്ലാം അറിയാം ഇഷ്ടങ്ങളുടെ ഇരിപ്പിടമാണ്. അപ്പോൾ അവളെ നയിക്കുന്നത് ഹൃദയമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം, സ്ത്രീകളുടെ സംഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ അയാളെ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാം, അയാളെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, ആ സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇഷ്ടം അനിഷ്ടം അവളുടെ സംഭാഷണത്തിൽ കയറി വരും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവളെ നയിക്കുന്നത് ഹൃദയമാണ് എന്നുള്ളതിനൊരു നല്ല ഒരു ഉദാഹരണമാണ്. അവൾ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്തു നീങ്ങുന്നു, അതാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആന്ത്രോപോളജിസ്റ്റ് മാർഗരറ്റ് മേതു പറയുന്നുണ്ട്, 2 സ്ത്രീകൾക്ക് പോലും ഒരു കുടുംബത്തിൽ ഒരു കൂരയ്ക്ക് കീഴിൽ കലഹിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ചുരുക്കം. നമ്മുടെ സ്ത്രീകളൊന്നും അങ്ങനെ മോശമല്ല, അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് കാരണം നമുക്കെല്ലാം അറിയാം എന്താ കാരണമെന്ന്. അവർക്ക് ഏറ്റവും വലിയ മാതൃകയായ ക്രിസ്തുവിനെ അവർ മുൻപിൽ കാണുന്നത് കൊണ്ട് ത്യാഗബുദ്ധിയോടുകൂടി അവരെ സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇത്തരണത്തിൽ എടുത്തു പറയുകയാണ്. ഇനി ഇതിന് പറയാനുള്ള കാരണം, സൈക്കോളജിക്കലായിട്ട് പറയാനുള്ള കാരണം, അവൾ ഇഷ്ടങ്ങൾക്കൊത്ത് നീങ്ങുന്നത് കൊണ്ട് ചിലപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ കോൺട്രഡിക്ടറി ആയിട്ട് വരാം. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ അവളെ നയിക്കുന്നത് ഗർഭപാത്രവും കൂടിയാണ്. എന്തായി ഗർഭപാത്രം നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്ന് പറഞ്ഞാൽ അവൾക്ക് ആദ്യ ആർത്തവം, ഇടപെടൽ, ഗർഭധാരണം, പ്രസവം, പാലൂട്ടൽ, ഇതെല്ലാം ഗർഭപാത്ര സംബന്ധമായ അനുഭവങ്ങളാണ്. ഇതിനോട് ബന്ധപ്പെട്ട് അവൾക്ക് മൂഡ് ഓഫ് ആകും, മനോനില വഷളാകും. അപ്പോൾ അവൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള പെരുമാറ്റം ഉണ്ടാകുകയില്ല. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. നിങ്ങൾ രാവിലെ ഒരു കടുങ്കാപ്പ് കുടിക്കുന്ന ആളാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ പറയുന്നു നിങ്ങളുടെ ഭാര്യയോട്, ഇടിമിനി ഒരു കടുങ്കാപ്പി കൊണ്ടുവന്ന്. എന്നാൽ അവൾ പറയണം, നിങ്ങളുടെ വേലക്കാരത്ത് വേണം പോയി മര്യാദയ്ക്ക് എടുത്ത് കുടിക്കാൻ മതി. ആഹാ നീ ഇത്ര ധിക്കാരിയാണോ എന്ന് പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കരുത്. ഇതിന് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ പറയുന്നൊരു ഭാഷ മോർണിംഗ് സിക്നസ് എന്നൊക്കെയാണ്. അത് ചിലപ്പം ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ വരും. ഒരു ഇച്ചിരി എക്സ്ട്രാ ലോ കൊടുത്താൽ മതി. എന്നാ പറ്റും മോളെ, ഇത്ര സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറുന്ന കാര്യമുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അവൾക്ക് അത് അവളുടെ മനോനില അങ്ങനെ വഷളാകാം. അത് വലിച്ചു നീട്ടി കുളമാക്കി പ്രശ്നമാക്കി സെപ്പറേഷനാക്കി പോകുന്നവരൊക്കെ ഉണ്ട്. അറിവില്ലായ്മയാണ്, അത് സംഭവിക്കരുതെന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. ഇനിയൊരു സ്ത്രീക്കൊരു പാരാസൈക്കോളജിയിൽ നിന്ന് എടുത്തുള്ളതാണ്, ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുകയില്ലെങ്കിലും ഒരു 6th സെൻസ് ഉണ്ട്. നമുക്കെല്ലാം 5 പഞ്ചേന്ദ്രിയങ്ങളാണ്. പക്ഷെ അവൾക്ക് 6ാമത് ഒന്നുകൂടെ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുക, വേറൊന്നുമല്ല. നമ്മളതിന് നാടൻ ഭാഷയിലൊക്കെ പറയുന്നത് ടെലപ്പതി എന്ന. അതായത് തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ അത് സ്ത്രീ മനസ്സിൽ ഫീൽ ചെയ്യുന്നു. കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഫീൽ ചെയ്യുന്ന പെൺകുട്ടികൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾക്ക് നല്ല എക്സാമ്പിൾ ചങ്ങനാശ്ശേരി ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു മകൾ ബാംഗ്ലൂർ പഠിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് 2:30 മണിയായപ്പോൾ അവൾ ഫോൺ വിളിച്ച് വീട്ടിലേക്ക് ചോദിക്കുന്നു, മമ്മി പപ്പായ്ക്ക് എന്ത് പറ്റി? പപ്പായ്ക്കൊന്നും പറ്റിയില്ല. മമ്മി പറഞ്ഞു, പപ്പായ്ക്കൊന്നും പറ്റിയില്ല മോളെ. അല്ല, പപ്പായ്ക്ക് എന്തോ വിഷമമുണ്ട്. ഇല്ല, ഒന്നും പറ്റിയില്ല. നിനക്കങ്ങനെ തോന്നുക, സ്നേഹം കൊണ്ട് തോന്നുക. ഉത്തരം. 5 മണിയായപ്പോൾ ഈ പപ്പായെ പോലീസ് ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ 5 മണിയായപ്പോൾ ബാംഗ്ലൂർ ഹോസ്റ്റലിൽ ജീവിക്കുന്ന ഈ മകള് ബോധം കെട്ട് താഴെ വീണുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒന്നുമില്ല, ഒരു പേടി പോലെ തോന്നുന്നതേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് അവൾക്ക് ബോധം വന്നപ്പോൾ വീണ്ടും വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഈ സമയത്ത് പപ്പ അറസ്റ്റിലായിരുന്നു. എങ്കിലും ഇത്തവണ മമ്മി ഒരു കള്ളം പറഞ്ഞു. ഇവള് വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു, പപ്പായ്ക്ക് അങ്ങനെ വല്ല വിഷമമൊന്നുമില്ല, ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നീ ഒരു പണി, നിനക്ക് ഇത്ര പേടിയല്ലേ, നീ ഇങ്ങ് പോര്. അവളവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ചുവിടും. നാട്ടിലെത്തിയിട്ടാണ് വിവരങ്ങളെല്ലാം പറയുക. നല്ലൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു. ടെലപ്പതിയാണ്. ആരോടും പറഞ്ഞതൊന്നുമല്ല, ആരും അറിഞ്ഞു പോലും ഇല്ല. എങ്കിലും അവൾക്കത് നേരത്തെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കഴിവ് പൊതുവെ സ്ത്രീകൾക്കുണ്ട് എന്നുള്ളത് ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഒരു ശാസ്ത്രീയ അപഗ്രഥനമായിട്ട് നമ്മളത് കാണേണ്ടതില്ലെന്ന് തന്നെയാണ് എനിക്കതേപ്പറ്റി പറയാനുള്ളത്. ഇനിയും പുരുഷന് ഒരു ലൈംഗിക പ്രവൃത്തി ഒരു സിംഗിൾ ആക്റ്റാണ്. സ്ത്രീക്ക് അത് നീണ്ടു നിൽക്കുന്ന അനുഭവമാണ്. അതിന് അച്ഛനത് പറയുന്നതെന്ന് ചോദിച്ചെന്നാൽ, പൊതുവേ ഒരു സ്ത്രീ നശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരവ് പ്രയാസമാണ്. പുരുഷനത് ലാഘവത്തിലൂടെ കാണണമെന്നല്ല അച്ഛൻ പറയുന്നത്. പുരുഷൻ ഒരു സ്ത്രീ സഹോദരങ്ങളുടെ കാര്യത്തിൽ വളരെ കൺസേൺ ആയിരിക്കണം. അതാണ് എൻ്റെ ബോധരേഷൻ. അതായത് ഒരു സ്ത്രീക്ക് അത്ര എളുപ്പമല്ല തിരിച്ചു വരവ്. കാരണം അവൾക്ക് റീലിവിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് അവളുടെ ഫാൻറ്റസി വളരെ കൂടുതലായതുകൊണ്ട് അവൾ പിന്നെയും പിന്നെ അത് ചിന്തിക്കും. അതുവഴിയായിട്ട് അവൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ യുവജനങ്ങളോട് പ്രത്യേകം പറയുന്നത്, ഒരു നൈമിഷികമായ സുഖത്തിന് വേണ്ടിയോ ഒരു താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയോ ഒക്കെയുള്ള തെറ്റായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അത് നമ്മളെ ഭാവിയിൽ അപകടത്തിൽ ചെന്ന് എത്തിക്കുന്നതാണ്. ഈ വ്യക്തി, നമ്മൾ ഇടപെട്ട വ്യക്തി, നിസ്സാരമായിട്ടുള്ള വ്യക്തി, നമ്മുടെ ഒരു സഹോദരി, പിന്നീട് ജീവിതം മുഴുവനും അവളത് അനുഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വലിയ ദൂഷ്യത്തെ മനസ്സിൽ കാണുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവരുത്. അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അവൾക്ക് ഇത് ഇറ്റ്സ് എ ലോങ് ലാസ്റ്റിംഗ് എക്സ്പീരിയൻസ്. അവളുടെ ചെറുപ്പകാലത്തുണ്ടായ ഒരു പ്രശ്നമായിരിക്കും, പക്ഷെ അവളത് അവസാനം വരെ അവളുടെ മനസ്സിൽ ഇങ്ങനെ താലോലിച്ച് നടക്കുന്ന രീതിയുള്ളതുകൊണ്ട് അവൾക്ക് അവളുടെ കുടുംബജീവിതം തന്നെ അസ്വസ്ഥമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ ആ കാര്യത്തിൽ സൂക്ഷിക്കണമെന്ന് രണ്ടു കൂട്ടരോടും, യുവജനങ്ങളോട്, യുവതികളോടും യുവാക്കന്മാരോടും എനിക്ക് പറയാനുണ്ട്. കാരണം അത് വളരെയേറെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീടൊരു ബുദ്ധിമുട്ട് അതേപ്പറ്റി വരരുത് എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇനിയും പൊതുവെ ഭർത്താക്കന്മാർ അറിയേണ്ട ഒരു കാര്യം, ഈ ഗർഭം, ആർത്തവ വിരാമം എന്നീ അവസരങ്ങളിൽ ഭർത്താവ് കൂടുതൽ ശ്രദ്ധ ഭാര്യയ്ക്ക് കൊടുക്കണം. ഈ നമ്മൾ ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്നത് പോലെ ഒരു സ്ത്രീ ഗർഭം ധരിച്ചു എന്ന് സിനിമയ്ക്കകത്ത് കൊണ്ടുവരാൻ അവർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് തന്നെ ഒന്ന് ഛർദ്ദിക്കുക എന്നുള്ളത്. ഛർദി ഗർഭത്തിൻ്റെ ഒരു അടയാളമൊന്നും അല്ല കേട്ടോ, അത് അവർ കാണിക്കുന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരാൾ ഗർഭം ധരിക്കുമ്പോൾ ഛർദ്ദിക്കണമെന്ന് നിയമമില്ല. പിന്നെ സിനിമയ്ക്കകത്ത് ഒരു എളുപ്പ വഴിയാണത്. മറ്റു ചില വഴികളൊക്കെ ഉണ്ടല്ലേ, എനിക്ക് പുളി തിന്നണമെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. എന്നാൽ വാസ്തവത്തിൽ ഈ ഛർദി എന്ന് പറയുന്നത് പ്യൂർലി സൈക്കോളജിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഈ താൻ ഗർഭം ധരിച്ചിരിക്കുകയാണ്, താനൊരു അമ്മയായിരിക്കുകയാണ് എന്നുള്ളത് ആ കുടുംബത്തിലുള്ളവർ അറിയേണ്ടതൊരാവശ്യമാണ്. സൈക്കോളജിക്കലാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്. മനഃപൂർവ്വം എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 2:30 സ്റ്റാർട്ട് ചെയ്യാം എന്നും പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്നതല്ല. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ വന്ന് പെട്ടെന്ന് ഇവർക്ക് ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവുകയാണ്. അതൊരു അടയാളമായിരിക്കണമെന്നില്ല, അത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണമെന്നും ഇല്ല. ഇനി സൈക്കോളജിക്കൽ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു അപകടമുണ്ട്, എൻ്റെ മനസ്സിലിരിക്കുക, അത് ഞാൻ നിങ്ങളോട് പറയാം.
സൈക്കോളജിക്കലാണെന്ന് പറഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടെന്നല്ല. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റായ ധാരണ ഉണ്ടാവും. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ കൗൺസിലിങ്ങിന് വന്നു. ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ കിടന്ന് കുടഞ്ഞിട്ട് ഛർദ്ദിക്കുക, ഇയാൾ ടി വി കണ്ട് കാലുമേ കാല് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താടോ അങ്ങനെ ഇരുന്നെന്ന് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞ്, അത് അച്ഛനാ എൻ്റെ കുഴപ്പക്കാരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് ഉദ്ദേശിക്കുന്നത് അത് അച്ഛൻ എന്താണ് കൗൺസിലിംഗ് ഒന്നും പറഞ്ഞില്ലേ? ഛർദി സൈക്കോളജിക്കലാണ്, അതുകൊണ്ട് സൈക്കോളജിയാണ് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അപകടം പിടിച്ച ഒരു കാര്യമാണ്. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാണ്, കൊടുക്കരുതെന്നല്ല. എന്ന് പറഞ്ഞാൽ ഒന്ന് അടുത്ത് ചെല്ലുക, ഒന്ന് ആശ്വാസം കൊടുക്കുക, ഒരു ശ്രദ്ധ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസമായിട്ട് മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ശ്രദ്ധിക്കരുതെന്നല്ല. ഈ അവസരങ്ങൾ ശ്രദ്ധ കൂടുതൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നതിൻ്റെ ചുരുക്കം. ഇനിയും അല്പവിദൂരമായിട്ടാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുകൊണ്ട് ഞാനങ്ങ് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. മെനോപോസ് ടൈമിലും പ്രത്യേകം ശ്രദ്ധ ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് കൊടുക്കണം. അതിന് കാരണം തൻ്റെ ഭർത്താവിനെ തനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമോ എന്ന ഭയം സ്ത്രീയിൽ ഉണരുന്ന ഒരു സമയമാണത്. ആ സമയത്ത് ഭർത്താക്കന്മാർ കുഴപ്പമില്ലെന്നും നീ എൻ്റേതാണെന്നും എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നും ഉള്ള ഒരു ബോധ്യം, ഒരു മുദ്ര അവളിൽ പതിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് ആ സന്തോഷപ്രദമായി മാറുന്നത് എന്നുകൂടി ഞാൻ ഇത്തരണത്തിൽ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യത്യാസം, ചിന്താഗതിയുടെ വ്യത്യാസം ഇതാണ്. പുരുഷന്മാർക്ക് കാര്യങ്ങൾ നടക്കുന്നതിനോട് താല്പര്യം. ഞാനത് ഉദാഹരിക്കാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഒരു ചീഫ് ഗസ്റ്റ്, ഒരു വിശിഷ്ടാതിഥി എന്ന് വരാൻ പോവാ. അപ്പൻ ചെന്ന് ഭർത്താവ് ചെന്ന് ഭാര്യയോട് പല പ്രാവശ്യം ചോദിക്കും, എടീ എല്ലാം ശരിയായോ, എടീ നമ്മുടെ വിഭവങ്ങളൊക്കെ ശരിയായോ, അത് പല പ്രാവശ്യം എന്ന് ചോദിക്കും. അദ്ദേഹം അതിലെ ബോധനേടാ. അതേസമയം നിങ്ങളുടെ അമ്മ, ഇപ്പോൾ നിങ്ങൾ വിവാഹിതരല്ല അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛനോട് പല പ്രാവശ്യം ചോദിക്കുന്ന മറ്റൊന്നുമല്ല, എന്നാ മനുഷ്യനെ ഇങ്ങനെ നടക്കുന്നത്, രാവിലെ ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിക്കാൻ നടക്കുമല്ലേ, കാപ്പി കുടിച്ചിട്ട് ബാക്കി പണി മതി. ശ്രദ്ധ വ്യക്തിപരമാണ്. അപ്പൻ്റെ ശ്രദ്ധ കാര്യങ്ങൾ നടക്കാനാണ്, അമ്മ വ്യക്തിയെ ശ്രദ്ധിക്കുന്നു. വ്യത്യാസങ്ങൾ, ഈ രണ്ട് ചിന്താഗതിയിലെ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾക്ക് ആളുകളുടെ കാര്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം, സമൂഹം അത് അംഗീകരിച്ചിരിക്കുന്ന. ഉദാഹരണമായിട്ട് എയർ ഹോസ്റ്റസ് സ്ത്രീകളാണ് ഷൈൻ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ പുരുഷന്മാരും ഉണ്ട് ആ രംഗത്ത്. ഞാനതിന് എതിരൊന്നും പറയുമല്ല, ഞാൻ സമത്വത്തിനെതിരുമല്ല. പുരുഷന്മാരെ രംഗത്തുണ്ട്. നേഴ്സസ് ഉറപ്പാണ് അല്ലേ, സ്ത്രീകളാണ് അവിടെ നേഴ്സിങ്ങിൽ ഷൈൻ ചെയ്യുന്നെന്നുള്ള സംശയമില്ല. കാരണം അവർക്ക് അതിനൊരു നായക്കുണ്ട്. എന്നാൽ പുരുഷന്മാരെന്നാ നേഴ്സ് ഇല്ലേ? ഉണ്ട്, മെയിൽ നേഴ്സും ഉണ്ട് ഇല്ലേ. ഗതികേട് അനുഭവിക്കുന്നത് പേഷ്യൻസാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാനൊരിക്കൽ ഒരു അപകടത്തിൽപ്പെട്ട് ഒരാശുപത്രി കിടക്കേണ്ടി വന്നു. എനിക്കന്ന് എൻ്റെ ഗതികേടിന് കിട്ടിയത് 2 മെയിൽ നേഴ്സുമാരെയാണ്. അവരെ വാരിച്ചു പറിച്ച് ഞാൻ എന്നോട് പറഞ്ഞ്, മര്യാദയ്ക്ക് കിടക്ക്, കല്ലും ചെളിയും ഒക്കെ അകത്തുണ്ട്, ഇതൊക്കെ പറിച്ചെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കിടന്നോളാം എന്ന് പറഞ്ഞു. അതാണ് ഞാൻ അതേസമയം ഫീമെയിൽ നേഴ്സ് എടുക്കുകയില്ലെന്ന് ചോദിച്ചാൽ എടുക്കും, പക്ഷേ ദേ ടേക്ക് ടൈം, പതുക്കെ സാവധാനത്തിൽ പതുക്കെ അതിനൊരു നേഴ്സിംഗ് കെയർ കൊടുത്ത് എടുക്കാനുള്ളൊരു കഴിവ് അവൾക്കുണ്ട്. അത് ദൈവം കൊടുത്ത കഴിവാണ്, നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഇവിടെ ഞാൻ കൊണ്ടുവരുന്ന ചിന്ത മറ്റൊന്നുമല്ല, പുരുഷന്മാരുടെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലാണ്. കാര്യങ്ങൾ നടക്കണം എന്നുള്ള ചിന്തയാണെങ്കിൽ അവൾ വ്യക്തിപരമായ ആളുകളുടെ കാര്യത്തോട് താല്പര്യമുള്ള ആളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ പൊതുവെ സ്ത്രീകളാണ് വിജയിക്കുന്നത് എന്നുള്ളത് നല്ലതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 2 പേരും കൂടെ ചേരുമ്പോഴാണ് അത് വിജയമായി മാറുന്നത്. ചേരാത്തപ്പോൾ അത് വിജയമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി നമ്മളറിയണം, പുരുഷന്മാർ കുറച്ച് അഗ്രസീവാണ്. ഞാൻ മുമ്പ് ഈഗോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവന് അഗ്രസീവാണ്. അവന് കമാൻഡിങ് പവറൊക്കെ ഇച്ചിരി കൂടുതൽ അവന് തന്നെയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അത്
തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, അതിനുവേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്ത്രീകൾ ചെറിയ ചെറിയ വീട്ടുകാര്യങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കും. അവളുടെ ഷെയറിങ്ങിലൊക്കെ കടന്നു വരുന്നതൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവൾ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നതാടി ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. ഷെയറിങ് വൈകിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവൾ പോകുന്നത്, അയ്യോ ഇന്ന് നമ്മുടെ കാപ്പിക്കലം കഴുകിയപ്പം എന്തേരം ചെളി ഇളകിപ്പോയെന്നറിയാവും. എന്നതാടി ഇത്, ഈ ചെളിയുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. വേറെ വല്ല സെൻസിബിൾ ആയിട്ടുള്ള കാര്യം പറയാൻ നിങ്ങൾ പറയുന്നത്. അവൾക്ക് സെൻസിബിൾ അതാണ്, അവിടെ അവളത് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കാൻ നമ്മൾ താല്പര്യം എടുക്കണം എന്നാണ് ഞാൻ പറയുക. പുരുഷൻ സ്ത്രീയെ കേൾക്കാൻ താല്പര്യം എടുക്കണം എന്ന് ഞാൻ പറയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണം. നാട്ടിലൊരു ചെറിയ ചൊല്ലുണ്ട്, അത് പൂർണ്ണമായി ഇന്ന് ശരിയാണെന്ന് അങ്ങനെ പറയാൻ പറ്റുകയില്ലെങ്കിലും ഇച്ചിരി മൂല്യമുള്ളതുകൊണ്ട് ഞാനങ്ങ് പറയുക. പുരുഷൻ വർത്തമാനപത്രം വായിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ സ്ത്രീ വർത്തമാനം പറയാൻ ഇഷ്ടപ്പെടും എന്നാണ്. അതിനകത്തൊരു ശകലം മൂല്യമൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവന് ജോലിത്തിരക്കൊക്കെ ഉള്ള ഭർത്താക്കന്മാരാണ്, ചിലപ്പം അവനിതൊന്ന് വായിച്ചു തീർക്കാനുള്ള തത്രപ്പാടിലായിരിക്കും, നാട്ടിലെ വാർത്തകളൊക്കെ അറിയാനാണ്. അവൾ വിചാരിക്കും, ഓ ഇപ്പോഴാണ് പത്രം വായിക്കാനുള്ളത്. ഇത്തിരി നേരം വർത്തമാനം പറയാൻ കിട്ടുമ്പം പോയിരുന്ന് പത്രം എടുത്തുകൊണ്ടിരിക്കുക. പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പോലെയാണെന്നാ തോന്നുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കമൻ്റടിക്കും. ഈ വ്യത്യാസങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. പുരുഷൻ പൊതുവെ നീതിബോധമുള്ളവനാണ്, സ്ത്രീ ഔദാര്യ മനോഭാവം ഉള്ളവളാണ്. തനിക്കിഷ്ടമുള്ളവരോട് എന്തേരെ വേണമെങ്കിലും ഔദാര്യം കാണിക്കാനും ജനറസ് ആകാനും സ്ത്രീക്ക് ഒരു കഴിവുണ്ട്. പുരുഷൻ നീതിബോധമുള്ളവനാണ് എന്നും പറയാറുണ്ട്. അതിലും മറിച്ചുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഞാനതിനകത്ത് ഒരു പങ്കാളിയാവുമെന്നല്ല, എങ്കിലും ജനറലായിട്ടൊരു ടെൻഡൻസി അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. സ്ത്രീക്ക് ഒരാളെ ഇഷ്ടപ്പെടാം, വെറുക്കാം, ഇതിൻ്റെ നടുക്കൊരു സ്റ്റേജില്ല. ചിലരെ ഭയങ്കര ഇഷ്ടമാകും, ചിലരെ ഭയങ്കര വെറുപ്പാകും. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഹൃദയത്തിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് ഹൃദയം നയിക്കുന്നത് കൊണ്ടാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഞാൻ കിടക്കുകയാണ്. സ്ത്രീയെ ആകർഷിക്കുന്നത് പുരുഷൻ്റെ പൗരുഷമാണ്. മുഖത്തിൻ്റെ സൗന്ദര്യം ഒത്തിരി പരിഗണിക്കുന്നില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എൻ്റെ മുഖം ഒന്ന് മിനുക്കി ഫേഷ്യലൊക്കെ ചെയ്ത് റെഡിയാക്കി കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് എന്നെ ഇഷ്ടമാകുമോ എന്ന് വെച്ചാൽ ഇഷ്ടമാകണം നിർബന്ധമില്ല. പക്ഷെ അവളെ ആകർഷിക്കുന്നത് പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വേറൊന്നുമല്ല, ധീരത, തൻ്റെ ഇടം, ആധിപത്യ മനോഭാവം, യുക്തിചിന്ത, മാന്യത, നല്ല ഉദ്യോഗം, സ്ഥാനം മുതലായവയാണ്. ഇതെല്ലാം സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. ഇതാണ് പൗരുഷമായിട്ട്. അല്ലാതെ ഞാൻ തൻ്റെ ഇടം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി മദ്യപിക്കണം അങ്ങനെയുള്ളതൊന്നുമല്ല. സമൂഹത്തിൽ നല്ല സ്ഥാനം വേണം, നല്ല ധീരതയോടെ കാര്യങ്ങൾ നീക്കണം, നല്ല വ്യക്തിത്വം ഉണ്ടായിരിക്കണം. ഇതാണ് വാസ്തവത്തിൽ സ്ത്രീയെ ഒത്തിരി ആകർഷിക്കുന്നത്. നിങ്ങൾ തന്നെ ചിലപ്പം ഇവിടെ ഇരിക്കുന്നവർ തന്നെ ചിലപ്പോൾ ചിന്തിച്ചു കാണുമായിരിക്കും. ചില കേസ് കെട്ടുകളൊക്കെ, ചില പ്രേമമൊക്കെ കണ്ടു കഴിയുമ്പം എൻ്റെ ദൈവമേ ഇവക്കെങ്ങനെയാണ് ഇവനെ സ്നേഹിക്കാൻ തോന്നിയെന്നൊക്കെ നമ്മൾ ഇങ്ങനെ അത്ഭുതപ്പെടും. കാരണം അവൻ്റെ മോന്ത മേക്കോ എന്നാണ് ഇരിക്കുന്നത്, അവൾ അങ്ങനെയല്ല നമ്മൾ തോന്നിയിരിക്കുക. പക്ഷേ അവളെ ആകർഷിച്ചിരിക്കുന്നത് അവൻ്റെ വ്യക്തിത്വത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേകത ആയിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എൻ്റെ മറുവശം ഇതാണ്, പുരുഷനെ ആകർഷിക്കുന്ന സ്ത്രീയുടെ ആന്തരിക ബാഹ്യ സൗന്ദര്യമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്, ആന്തരിക ബാഹ്യ സൗന്ദര്യമാണ് എന്ന് പറഞ്ഞാൽ, ആന്തരിക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ദൈവഭക്തി, ശാലീനത്വം, ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവ്, വിധേയത്വം, സംസാര ചാതുര്യം, ലജ്ജാശീലം മുതലായവയാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ ആന്തരിക സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാമത്തെ ദൈവഭക്തിയാണ്. നിങ്ങൾ തന്നെ കേട്ട് കാണും, ചിലപ്പം പള്ളിയൊന്നും പോകാത്ത ഭർത്താവും ഭാര്യ പള്ളി പോകണമെന്ന്. അവൾ പള്ളിയിൽ നകന്ന് ജീവിക്കുന്ന ഇഷ്ടമില്ല, പള്ളി പോകണം, അവളുടെ പെരുമാറ്റം നല്ലതായിരിക്കണം, വിനയം ഉണ്ടായിരിക്കണം, അവളുടെ സംസാരം നല്ല, ഇതെല്ലാം ആഗ്രഹിക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു സ്ത്രീയുടെ അങ്ങനെയുള്ള ഗുണങ്ങൾ ഭർത്താവിന് പൊതുവെ ഇഷ്ടമാണ് എന്നുള്ള ആന്തരിക സൗന്ദര്യവും ബാഹ്യ സൗന്ദര്യവും അവൻ നോക്കുന്നു എന്നുള്ളത് ഞാൻ വിട്ടുകളയുന്നില്ല. അത് പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം,
തുറന്നു പറയുകയാണ്. പുരുഷൻ വിവാഹം കഴിക്കുന്ന 4 കാര്യങ്ങൾക്കാണെന്ന് പറയാം. ഒന്ന്, സമയാസമയം കൃത്യമായിട്ട് തൃപ്തിയായിട്ട് സന്തോഷമായിട്ട് ഭക്ഷണം കിട്ടണം. ഭക്ഷണത്തിന് വേണ്ടി മാത്രമെന്നല്ല ഞാൻ പറയുക, ലൈംഗിക സന്തോഷം 2, 3 ഹോം മാനേജ്മെൻറ്റ്, 4 ലൈംഗിക ആസ്വാദനം അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ പൊതുവെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലാം മറക്കും, മറ്റെല്ലാം മറക്കും. അവൾക്കത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചുരുക്കത്തിൽ ഈ വിഷയങ്ങളിലൂടെ അച്ഛൻ അവതരിപ്പിച്ചത് ഒരു സ്ത്രീ പുരുഷൻ്റെ വ്യത്യാസങ്ങൾ, അവൻ്റെ മനോഭാവങ്ങൾ, ചിന്താഗതികൾ, അപ്രോച്ച്, ഇതിനകത്തുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിൽ കണ്ടത്. പൊതുവായിട്ട് നമുക്ക് ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താനും അവിടെ ഏറെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാനും യുവജനങ്ങളായ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഏറ്റവും അടുത്ത ഒരു സമയത്ത് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. അതിന് ഈ ഒരുക്കം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അച്ഛൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അച്ഛൻ തന്ന ചിന്തകളുമായിട്ട് നിങ്ങൾ പ്രായോഗികമായിട്ട് നിങ്ങൾ വിവാഹിതരെയൊക്കെ നിരീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയേറെ ഭംഗിയായിട്ടത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകരിക്കപ്പെടും എന്നുള്ള സംശയമില്ല. എല്ലാവർക്കും ഇന്ന് ഈ ക്ലാസ്സുകൾ ഏറെ ഫലപ്രദമായി എന്ന് അച്ഛൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെ കരുതട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ സമയത്ത് നമുക്കൊന്നു ചേർന്ന് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് സമാപിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ ദൈവമേ, സ്ത്രീ പുരുഷ മനഃശാസ്ത്രവും കുടുംബ ബന്ധങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിലൂടെ ഞങ്ങൾ ചില ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഞങ്ങളുടെ കടന്നു വരുന്ന കുടുംബജീവിതത്തിനും ഇപ്പോൾ ഞങ്ങൾ നയിക്കുന്ന കുടുംബജീവിതത്തിനും ഈ ചിന്തകൾ ഏറെ ഉപകാരപ്രദമായി മാറുവാൻ ഇടയാവണമേ. പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ കൽപ്പന കുടുംബത്തിൽ ജീവിക്കുവാനും അതുവഴി അങ്ങയുടെ പദ്ധതി നിറവേറ്റുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും സദാ പരിഹരിക്കുന്ന ദൈവമേ, അങ്ങ് തന്നെ ഞങ്ങളെ ഏറ്റെടുത്ത് വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഈ വലിയ അവസരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.